അവർ കാണിക്കുന്നത് ലോക മനുഷ്യർ, അവരങ്ങനെ കാണിച്ചോട്ടെ. പക്ഷേ നമ്മൾ അതിനെക്കാട്ടിലും മോശമാണ്. ഇന്ന് സാധാരണ കർത്താവിൻ്റെ മേശ നമ്മൾ നടത്തുമ്പം ഇന്ന് കർത്താവിൻ്റെ മേശയെക്കുറിച്ചാണ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ഇവിടുത്തെ ഒരു രീതി, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ ആ ഭാഗം മാത്രം വായിച്ച് നമ്മളങ്ങ് കർത്താവിൻ്റെ മേശ നടത്തും. അത് നമ്മൾ അങ്ങനെ വായിച്ച് നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം, കുഴപ്പമില്ല. ഇവിടെ വരുന്നതെല്ലാം വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. അവർ കർത്താവിൻ്റെ മേശ എന്താണെന്നറിയാം. ഓരോ പ്രാവശ്യം അതിനെപ്പറ്റി നീണ്ട പ്രസംഗം ആവശ്യമില്ല എന്നൊരു അസംഷനിലാണ് നമ്മൾ പലപ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാനൊന്ന് നോക്കിയപ്പം ആ അസംഷൻ അത്ര ശരിയല്ല. കാര്യം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി കർത്താവിൻ്റെ മേശയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പം ആ ഭാഗം മാത്രം എടുത്തങ്ങ് പഠിച്ചാൽ ശരിയാകും. എന്താണ് അപ്പം, എന്താണ് വീഞ്ഞ് എന്ന് മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അതെല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്കും അറിയാം. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നമ്മളൊന്ന് പഠിക്കേണ്ടതും അറിയേണ്ടതും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോട് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഒന്നാമത് കുറിവാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഇനി ഞാൻ ചിലത് ആജ്ഞാപിക്കാൻ പോവാ. ഉപദേശിക്കാറുണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട്, പ്രബോധിപ്പിക്കാറുണ്ട്, അല്ലേ, തർജ്ജനം ചെയ്യാറുണ്ട്, ശാസിക്കാറുണ്ട്. ഇവിടെ ആജ്ഞാപിക്കാൻ പോവാ ചില കാര്യങ്ങൾ. അപ്പോസ്തലന്മാർ ആജ്ഞാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ചിലത്, അല്ലേ. അപ്പോൾ ഇവിടെ പറയാം, ഇനി ഞാൻ ആജ്ഞാപിക്കാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. എന്താണ് കാര്യം? നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. നിൽക്കട്ടെ, ഇന്ന് ഈ വചനത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകും. നമ്മളിപ്പോൾ രാവിലെ നമ്മൾ കൂടി വന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി വന്നു. ഞങ്ങൾ പഴയ പെന്തക്കോസ്തുകാർ പറയും ഞങ്ങൾ സഭായോഗമായി കൂടി വന്നു. എന്ത് പേരിട്ട് വേണേലും വിളിച്ചോ. പക്ഷെ നമ്മൾ ഈ കൂടി വന്നത് നന്മയ്ക്കോ തിന്മയ്ക്കോ? ഇവിടെ അപ്പോസ്തലൻ പറയുക, അതും ഒരു പുതിയ നിയമസഭയെ സത്യത്തിലും ആത്മാവിലും വേർപെട്ട് ആരാധിക്കുന്ന ഒരു സഭയിലെ വിശ്വാസികൾ നോക്കിയിട്ട് പറയാം, അതെ നിങ്ങൾ ഈ കൂടി വരുന്നതേ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ. അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഫോർ ബെറ്റർ ഓർ വേഴ്സ്. ആർ വി ഹിയർ ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്? വേഴ്സ് തിന്മയ്ക്കാണെങ്കിൽ അയ്യോ വേണ്ട, അങ്ങനെയാണെങ്കിൽ കൂടി വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് കൂടി വരാതിരിക്കുമോ? അതും കൂടി വരും. പക്ഷെ വരുമ്പോഴോ നന്മയ്ക്കൊട്ടല്ല താനും തിന്മയ്ക്കാകുന്നു. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗം വായിച്ചപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളം നടുങ്ങിപ്പോയി. ദൈവമേ, ഈ വാക്യം ഞങ്ങൾ എത്ര പ്രാവശ്യം ആ ഭാഗം വായിച്ചു വിട്ടിട്ടും അത്ര ഗൗരവത്തോടെ എടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചു. അപ്പം ഞാൻ പുറകോട്ട് ചിന്തിച്ച്, എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത് പറയാൻ കാര്യം? വൈ ഡിഡ് ഹി സേ ദാറ്റ്? പുതിയ നിയമസഭ ഒരുമിച്ച് കൂടുന്നത് തിന്മയ്ക്കായിട്ടാണോ നന്മയ്ക്കല്ലേ? ഇനി നമുക്ക് പുറകോട്ട് പോകാം, 1-ാം അധ്യായത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കാം. 1 Corinthians chapter 1 verse 2 ആദ്യ 2-ാം വാക്യം വായിക്കാം. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഈ സഭയിലിരിക്കുന്ന ആരൊക്കെയാ? ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ആദ്യത്തെ യോഗ്യത ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. തിരുവത്താഴ് മുന്നേ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പേടി. ഇനി എന്തിനാ പോയി അങ്ങോട്ട് പോയി പിടിച്ചു വാങ്ങിക്കുന്നത്? ഒരു ധൈര്യമില്ല. ഇച്ചിരി ധൈര്യക്കുറവൊക്കെ നല്ലതാന്നേ, ഒരു പേടി നല്ലത് തന്നെ എല്ലാം കൊണ്ടും. ക്രിസ്തുവേശുവിലാണ് നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചതൊന്നുമല്ല. എൻ്റെ വിശുദ്ധി കൊണ്ടൊന്നും ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ് ഐ എം സാങ്ക്ടിഫൈഡ്. ആ ബോധ്യം ആദ്യം വേണം. അപ്പം ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരോടാണ് ഇത് എഴുതുന്നത്. അടുത്തത്, അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർ. വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. അടുത്തത്, ദ കോൾഡ്.
അപ്പം വിശുദ്ധന്മാർ മാത്രമല്ല, നമ്മൾ അടുത്തതാരാ? വിളിക്കപ്പെട്ടവരാ. അത് അവിടെ എവിടെ ആയാലും കൊള്ളാം, വിളിക്കപ്പെട്ടവരാ. ഇവിടെ ഇരിക്കുന്ന വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന് കൈവെക്കാമോ? ധൈര്യം വന്ന് തുടങ്ങി. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഒന്ന് ഞെട്ടി. ഇയാൾ വല്ല കുടുക്ക് ചോദ്യമാണോ ചോദിക്കുന്നത്? ഞാൻ വളരെ പ്ലെയിനായിട്ടാണ് ചോദിച്ചത്. പൗലോസ് പറഞ്ഞതാണ് ഞാൻ വായിച്ചിട്ട് ചോദിച്ചത്. നമ്മൾ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ, 2, നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കാണ് പൗലോസ് ഇത് എഴുതുന്നത്. ശരി, എന്താണ് എഴുതുന്നത്? 6-ാം വാക്യം, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരുവെന്നല്ല, തീർന്നുകൊണ്ടിരിക്കുന്നതല്ല, തീർന്നു. അതിൻ്റെ അർത്ഥം ഇവരാരാ പുള്ളികൾ? വചനത്തിൽ സമ്പന്നർ. എല്ലാവർക്കും ഉണ്ടൊരു PhD. തിയോളജിയിൽ എല്ലാവർക്കും ഒരു PhD. എനിക്ക് തോന്നുന്നു മറ്റേ ഗ്രാജുവേഷന് കിട്ടിയ തൊപ്പിയും വെച്ചോണ്ടായിരിക്കും ഞായറാഴ്ച എല്ലാം വരുന്നത്. എല്ലാം അങ്ങനെ ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ടിട്ട് അല്ലേ? തൊപ്പിയുള്ള എത്ര പേരുണ്ട് പറഞ്ഞേ? വചനത്തിൽ സമ്പന്നരാ. അടുത്തത് വചനത്തിൽ മാത്രമല്ല സമ്പന്നരാ, അടുത്തത് പരിജ്ഞാനത്തിലും. ഇന്ന് ഒത്തിരി പേർക്ക് അതില്ല കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാൽ വചനം അറിയാമെങ്കിലും വിവരമില്ല എന്ന് പറഞ്ഞ പോലെ പരിജ്ഞാനമില്ല. പക്ഷേ ഇവർ പരിജ്ഞാനത്തിലും സമ്പന്നരാ. ഇച്ചിരി പരിജ്ഞാനമൊക്കെ ഉണ്ടെന്നല്ല, പരിജ്ഞാനത്തിലും അവരെന്ത് ചെയ്യുക? സമ്പന്നരാ. ഇതുപോലൊക്കെയുള്ള സഭയുണ്ടോ പ്രിയപ്പെട്ടവരെ? വചനത്തിൽ സമ്പന്നർ, പരിജ്ഞാനത്തിൽ സമ്പന്നർ. ഇനി 7-ാം വാക്യം ഞെട്ടിപ്പോവും. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും, അടുത്തത്, നിങ്ങൾക്ക് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. എൻ്റെ അമ്മോ, ഇത് ഏതാ ഈ സഭ? ആലോചിക്കേ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കൃപാവരമുള്ള വല്ലവരും ഉണ്ടോ? അത് പറയുമ്പോൾ എല്ലാവരും പതുക്കെ കുനിഞ്ഞിരിക്കും. പണ്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ എൻ്റെ വായിൽ കൂടെ പ്രവചന ദൂതൊക്കെ വന്നിട്ടുണ്ട്. ആരാണ്ട് പറഞ്ഞു അത് ദൂതാണെന്ന്. എനിക്കറിയത്തില്ല, ഞാൻ ഏണ്ടൊക്കെ പറഞ്ഞു. അത് കേട്ടവർ പറഞ്ഞു അത് എന്നോടുള്ള ദൂതായിരുന്നെന്ന്. അതിൻ്റെ അർത്ഥം ഒരു വരമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെന്നായിരുന്നു എൻ്റെ ഒരു വെപ്പ്. പിന്നെ എവിടെ പോയി ഈ വരം? കർത്താവ് തിരിച്ചെടുത്തോ? പിന്നെ ഞാൻ പണ്ട് പോയി പ്രാർത്ഥിക്കുമ്പോൾ രോഗികളൊക്കെ സൗഖ്യമാവുമായിരുന്നു. അങ്ങനെ പറയുന്ന വല്ലവരും ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ അർത്ഥം കൃപാവരമൊക്കെ നമുക്ക് എന്നോ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുക ലൈവായിട്ട് എല്ലാ കൃപാവരങ്ങളും ലൈവ് അപ്പം നാണ്ട ചുട്ടു കൊടുക്കുന്ന കൗണ്ടർ കല്യാണത്തിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ലൈവ് അപ്പം അടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ, ലൈവായിട്ട് കൃപാവരം ഇപ്പോഴും ജ്വലിച്ചിരിക്കുന്ന സഭയാണ്. അതും ഒരു കൃപാവരത്തിലും കുറവില്ല. എൻ്റെ അർത്ഥം എല്ലാ കൃപാവരവും ഉണ്ട്. യു നെയിം ഇറ്റ്, ഇറ്റ്സ് ദെയർ. ദൈവവചനപ്രകാരം ഏതൊക്കെ കൃപാവരങ്ങൾ സഭയിലുണ്ടോ ആ കൃപാവരങ്ങളൊക്കെ ആ സഭയ്ക്കകത്തുണ്ട്. പ്രവചനമോ അതേ പിഴി. അടുത്തത് എന്ത് വേണം? വ്യാഖ്യാനം വരുമോ അല്ലേ? വിവേചനം വരുമോ അല്ലേ? എന്ത് വരം വേണേലും അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു സഭയുണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ കാണും ഒരു സഭ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും അവിടെ പോയേനെ അല്ലേ? അങ്ങനെ ഒരു സഭ കണ്ടുപിടിക്കുകയാണെങ്കിൽ പറഞ്ഞേ, ഞാനും വരാം അല്ലേ? അപ്പം വിശുദ്ധന്മാർ, വിളിക്കപ്പെട്ടവർ, വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നര്. അടുത്തത് ഒരു കൃപാവരത്തിലും കുറവില്ല. ഇനി കൃപാവരത്തിൽ കുറവില്ലെന്ന് മാത്രമല്ല, അടുത്തൊരു ക്വാളിറ്റിയും കൂടെ പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കണ്ടോ, അവർ മുകളിലോട്ട് നോക്കി, കർത്താവേ നീ എപ്പോൾ വരും? നിങ്ങളെപ്പോലെ ക്ലോക്കിലോട്ടല്ല നോക്കുന്നത്, എപ്പോൾ ചോറുണ്ണാം നല്ല നോക്കുന്നത്. എന്താണ്? മഴയ്ക്ക് മുമ്പ് എപ്പം വീട്ടിൽ പോയി പറ്റാതെ നല്ല നോക്കുന്നത്, എപ്പോൾ എൻ്റെ കർത്താവ് വരും. പഴയ ഭക്തന്മാരൊക്കെ അങ്ങനെയായിരുന്നു. പഴയ പാട്ടുകളെടുത്ത് എല്ലാം എൻ്റെ പ്രിയ നീ എപ്പം വരും. അവർക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. പണ്ട് നമ്മുടെ ഒരു പാസ്റ്ററിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, തമ്പിച്ചാനൊക്കെ അറിയാം. ആ പാസ്റ്ററിൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാമെന്ന് ആദ്യം പറയും. ഈ അമ്മാമ്മയെ ആദ്യം പ്രാർത്ഥിക്കും, എൻ്റെ ഒരു ബന്ധുവും കൂടെ. അപ്പോൾ അമ്മാമ്മ ഫ്രണ്ടിൽ വന്ന് പായലിരിക്കും. ഇന്നത്തെ പാസ്റ്റർമാരെ ഭാര്യയെ പോലെ ഏറ്റവും പുറകിൽ ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളല്ല, ഫ്രണ്ടിൽ വന്ന് മുട്ടുമേരിക്കും. ഞാൻ എൻ്റെ ഭാര്യയല്ല പറഞ്ഞത്, പറഞ്ഞു കഴിയുമ്പോഴാണ് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ അമ്മാമ്മ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മാമ്മ തലയിൽ കൂടെ തുണിയിട്ട് അങ്ങോട്ട് മുട്ടുമേ ഇരുന്നിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അത് ഇന്നും ആ പ്രാർത്ഥനയിലെ ഓരോ വാചകവും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്നൊരു ചെറുപ്പക്കാരനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് രണ്ടുപേരും ഒന്ന് കർത്താവിൻ്റെ സന്നിധി പോയി. ആ അമ്മാമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ കഴിഞ്ഞ ഒരാഴ്ചക്കാലം അങ്ങ് വരുമെന്ന് ഞങ്ങൾ നോക്കിയിരുന്നു, അങ്ങ് ഈ രാവിലെ വരെയും വന്നില്ല.
ഒരു പുതിയ പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നു. ഇതാ ഞങ്ങൾ കൂട്ടായ്മയായി സഭയായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രാർത്ഥന. അപ്പം കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കർത്താവേ അങ്ങ് വരുമെന്ന് കാത്തിരുന്നു, വന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം കൂടെ ഞങ്ങൾക്കിവിടെ ഇങ്ങനൊരു അവസരം കൂടെ തന്നു എന്നും പറഞ്ഞേ ആ അമ്മാമ്മ പ്രാർത്ഥന തുടങ്ങത്തുള്ളായിരുന്നു. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ പോലും ഇങ്ങനൊരു വാചകമെങ്കിലും ഉണ്ട്, കർത്താവ് വരുമെന്ന് എന്തോ പറഞ്ഞ ഒരു വിദൂര ചിന്തയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ? കർത്താവിൻ്റെ വരവിനെ നോക്കി എങ്ങാണോ നമ്മൾ ജീവിക്കുന്നത്? കർത്താവിൻ്റെ വരവ് നമ്മുടെ അജണ്ടയിലുണ്ടോ? കർത്താവിൻ്റെ വരവ് നമ്മൾ ഗൗരവമായിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം മാറിപ്പോയനെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിൽ മാറ്റം വന്നു, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റം, നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റം വന്നേനെ. ഇന്ന് കർത്താവിൻ്റെ വരവെന്നൊരു കാര്യം ഇന്ന് എങ്ങും പ്രസംഗിക്കപ്പെടുന്ന പോലുമില്ല. അതാണ് കഷ്ടം. പണ്ടൊരിക്കൽ തമിഴ്നാട്ടിൽ മധുരയിലാണെന്ന് തോന്നുന്നു, ഒരിക്കലും പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിൽ ഞാൻ ഇരുന്നപ്പം അവിടെ പെട്ടെന്ന് AGയുടെ അന്നത്തെ അവിടുത്തെ പ്രസ്പിറ്ററല്ല സൂപ്രണ്ട് അദ്ദേഹം ഉണ്ടായി, നല്ലൊരു ദൈവമനുഷ്യൻ. എന്തോ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കർത്താവിൻ്റെ വരവിനെ പറ്റി ഒരു പ്രസംഗം കേട്ട എത്ര പേരുണ്ട്? കൈപൊക്കിക്കേ. ആരും കൈപൊക്കിയില്ല. കർത്താവിൻ്റെ വരവിനെ പറ്റി ഒരു മാസികയിലെങ്കിലും ഒരു ലേഖനം വായിച്ച ആരെങ്കിലും ഉണ്ടോ? ആരും കൈപൊക്കിയില്ല. അന്നേ ഒത്തിരി ക്രിസ്ത്യൻ TV പ്രോഗ്രാമൊന്നുമില്ല. എന്നിട്ട് ചോദിച്ചു, ഒരു റേഡിയോ പ്രോഗ്രാമോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ TVയിലെങ്കിലും നിങ്ങളൊരു കർത്താവിൻ്റെ വരവിനെ പറ്റി ഒരു പ്രസംഗം കേട്ടോ? ആരും കൈപൊക്കിയില്ല. എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളൊക്കെ പാസ്റ്റർമാരല്ലേ, നിങ്ങൾ ഈ 6 മാസത്തിനകത്ത് കർത്താവിൻ്റെ വരവിനെ പറ്റി പ്രസംഗിച്ചോ? അപ്പോഴും ആരും കൈപൊക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം കണ്ണീരോടുകൂടി, പിന്നെ നമ്മൾ എന്തുവായി പ്രസംഗിക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവിനെ പറ്റി പറയുന്നില്ല എന്ന് അദ്ദേഹം കണ്ണീരോട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ അടുത്തിരുന്ന ഒരു സീനിയർ ദേവദാസൻ, അദ്ദേഹം തമിഴിൽ പറഞ്ഞ, கான்ட்ரவர்சியாக இருக்குது பிரதர், அதனால தான் நாங்கள் அதை பிரசங்கம் பண்ணாமல் இருக்கிறோம். അതായത് കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇപ്പോൾ ഒത്തിരി കോൺട്രവേഴ്സിയലാണ്. അത് ഉപദ്രവത്തിന് മുമ്പ് വരുമോ, ഇടയ്ക്ക് വരുമോ, അത് കഴിഞ്ഞിട്ട് വരുമോ, അങ്ങനെ ഒത്തിരി ഈ കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കർത്താവിൻ്റെ വരവ് തന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളിപ്പം പ്രസംഗിക്കുന്നില്ല. എങ്ങനെയുണ്ട്? അപ്പോഴാണ് ഞാൻ ചോദിച്ചാൽ, അതെന്താ അങ്ങനെ? പാസ്റ്റർ, ഞങ്ങൾക്ക് സത്യം പറയാം, അവർ பெரியவர் அப்படி சொல்லுவார், உண்மையை சொல்லுவோம், நாங்கள் பாஸ்டர் ஃபெலோஷிப்பாக சேர்ந்து ஒரு தீர்மானமே பண்ணிட்டோம், ஆண்டவரோட வரியை பற்றி இனி പ്രസംഗം பண்ணவே വേണ്ട, കർത്താവിൻ്റെ വരവിനെ പറ്റി പ്രസംഗിക്കേണ്ടെന്ന് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പായിട്ട് കൂടി തീരുമാനിച്ചത്. കാര്യം എന്താ? കോൺട്രവേഴ്സി ഉണ്ടെന്ന് അതിനകത്ത്. എങ്ങനെയുണ്ട്? ഞാൻ അവരെയൊന്നും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞില്ല, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു അനുഭവമാണ്. ഇന്ന് ഇവിടെ ആരും അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഈ പറഞ്ഞല്ലോ. പക്ഷേ കർത്താവിൻ്റെ വരവിനെ നമ്മളും ഒരുപാട് പ്രസംഗം കേൾക്കുന്നില്ല. ഈ പറയുന്ന ഞാനും എത്രത്തോളം പ്രസംഗിക്കുന്നുള്ള കാര്യത്തിൽ ഞാനും കുറ്റക്കാരനാണ് പ്രിയപ്പെട്ടവരെ. ആ സഭയെ സംബന്ധിച്ചോളം അവർ കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന സഭയായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ക്വാളിറ്റി എന്തൊക്കെയാ? 1, വിശുദ്ധന്മാർ, വിളിക്കപ്പെട്ടവർ, വചനത്തിൽ സമ്പന്നർ, പരിജ്ഞാനത്തിൽ സമ്പന്നർ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ. അടുത്തത് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവർ. എന്ത് മാത്രം യോഗ്യത അവർക്കുള്ളത് അല്ലേ? ശരി, അങ്ങനെ ഇരിക്കുന്നവർ 1 Corinthians 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അപ്പോൾ ആദ്യം ഈ കർത്താവ് സഭയ്ക്ക് ദൂതെഴുതുമ്പോഴും ആദ്യം ഒരു നല്ല കമൻറ്റ്, എന്താ, അവരെ ഒന്ന് തട്ടി അവരെ ഒന്ന് എൻകറേജ് ചെയ്തിട്ടാണ് പിന്നെയാണ് പറയുന്നത്, എങ്കിലും ഒരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. നമ്മളായിരുന്നെങ്കിലോ ആദ്യമേ ആ ഒരു കുറ്റം ഇങ്ങോട്ട് വന്നിട്ട് പറയും. ഇവിടെ പൗലോസ് അപ്പോസ്തലനും നല്ല മാതൃകയാണ്. ഇത്രയും നല്ല കാര്യം പറഞ്ഞിട്ട് 11-ാം വാക്യം, സഹോദരന്മാരും സഹോദരിമാരെയും കൂടെ ചേർത്താ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന്. എന്തുണ്ട്? പിണക്കം. അയ്യോ, കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുക. കൃപാവരത്തിനൊന്നും ഒരു കുറവുമില്ല. വചനം കാലക്കി കുടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റസ് എന്താ? വിശുദ്ധൻ, വിളിക്കപ്പെട്ടവൻ. പക്ഷേ എന്തോന്നുണ്ട്? പിണക്കമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കാമോ? ഒരാൾ മാത്രമേ കൈവെക്കുകയുള്ളൂ. ദൈവമേ, ഒരുപാട് പ്രതീക്ഷയുണ്ട്. സ്വർഗരാജ്യത്തോട് ഒരുപാട് ഇനി അകലെയല്ല. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടെന്ന് ചുമ്മാ ഊഹം പറയല്ല. ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഞാൻ കേഫ എന്നുള്ള എൻ്റെ മനസ്സിൽ കിടാതെ
ക്ലോയുടെ ആൾക്കാർ എനിക്ക് അപ്പം അവിടെ ഇദ്ദേഹത്തിന് ന്യൂസ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സഭ തന്നെയായിരുന്നു അന്നത്തെ സഭയെന്നല്ല. നിങ്ങൾ വിചാരിക്കുന്നതല്ല അന്നത്തെ സഭയൊക്കെ വലിയ നല്ല സഭയും ഇന്നൊക്കെ നമ്മളൊക്കെ പോക്ക് അല്ലല്ല, എല്ലാം കണക്കാ. അന്നും അവിടെ എന്ത് ചെയ്തു, കൃത്യം ഈ പൗലോസിന് വാട്സാപ്പ് അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ പിണക്കം കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക, അല്ലാതെ അന്നത്തെ വചനമൊന്നുമല്ല അയച്ചു കൊടുക്കുന്നത്. എന്താണ് പിണക്കം? അറിവ് കിട്ടിയിരിക്കുന്നു. എന്താണ് പിണക്കം? 12 നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ നിങ്ങളിൽ ഓരോരുത്തൻ, അതിൻ്റെ അർത്ഥം എല്ലാവർക്കും പക്ഷമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒരുത്തൻ പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അടുത്തത് അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, അടുത്തത് അതായത് നമ്മുടെ പത്രോസിന്റെ പക്ഷക്കാരൻ, അടുത്തത് ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. അത് കൂടിയതാ. അയാൾ നോക്കിയപ്പോൾ നിന്റെ ഒന്നും പക്ഷമല്ല ഞാൻ, പക്ഷെ അതും ഒരു പക്ഷമാണെന്ന് ഓർക്കണം അല്ലേ? ഓർക്കണം, അവിടെ ഭയങ്കര ഗ്രൂപ്പിസമായിരുന്നു. അപ്പം ചോദിച്ചോട്ടെ, ഇതെന്താ കുഴപ്പം? പൗലോസ് ഒരു അപ്പോസ്തലനല്ലേ, അയാളുടെ കൂടെ ആരാണ്ട് നിന്ന്. അപ്പൊല്ലോസ് എന്തോ മോശമാണ്, അയാളുടെയും കൂടെ കുറേ പേര്. അപ്പോഴത്തേക്ക് ഈ പൗലോസൊന്നും യേശുവിൻ്റെ കൂടെ നടന്ന ആളല്ലല്ലോ, കേഫാവിൻ്റെ പക്ഷക്കാർ ഒറിജിനൽ അല്ലേ. ഇനി ഒരു കൂട്ടർ വന്ന് നിങ്ങളുടെ എന്നും കൂട്ടത്തിയല്ല, ഞാൻ കർത്താവിൻ്റെ. ചുരുക്കി പറഞ്ഞാൽ എത്ര ഗ്രൂപ്പുണ്ട് അവിടെ? 4. ഇവിടെ എത്ര ഗ്രൂപ്പുണ്ട് നോക്കണേ. കൃപാവരത്തിൽ ഒരു കുറവുമില്ല, പക്ഷെ 4 ഗ്രൂപ്പുണ്ട്. പക്ഷെ 4 ഗ്രൂപ്പ് അങ്ങ് ഗ്രൂപ്പായിട്ടങ്ങ് ഇരുന്നാൽ പോരെ, ഇവർ തമ്മിൽ എന്തോ ഉണ്ട്. ഈ പിണക്കത്തിൻ്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഗ്രൂപ്പുണ്ട്, പിന്നെ എങ്ങനെ ഇരിക്കും അല്ലേ? ശരി, അടുത്തത് 30-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പൗലോസിലല്ല പ്രശംസ, പാസ്റ്ററിലല്ല പ്രശംസ. ഒരു സഭ തുടങ്ങാൻ ഒരാളെ ദൈവമാക്കി കാണും അല്ലേ, ഒരാളെ നടാൻ ദൈവമാക്കും, പക്ഷേ നനയ്ക്കാൻ വേറെ ആൾക്കാരെ ആക്കും. പക്ഷെ രണ്ടാണേലും ഇവർ രണ്ടുപേരും അല്ല വളരുമാറാക്കുന്നത് ദൈവം അല്ലേ. നടുവാൻ ഏൽപ്പിച്ചവർക്കായിട്ട് സ്തോത്രം, നനയ്ക്കാൻ ദൈവം ഏൽപ്പിച്ചവർക്കായിട്ട് സ്തോത്രം. പക്ഷെ വളരുമാറാക്കുന്നത് ദൈവമാണ്. അത് നട്ടവനുമല്ല നനച്ചവനുമല്ല. ഇന്ന് നട്ടവനും വിടത്തില്ല, നനയ്ക്കുന്നവനും വിടത്തില്ല. ആ ചെടിയുടെ ഗതി ആലോചിക്കുക, പിടിച്ചിരിക്കുക. ഞാനാ നട്ട് മറ്റേ ഞാനാ വെള്ളം ഒഴിച്ച്. ഇത് രണ്ടിനും കൂടെ മാറിയില്ല. ആ ചെടിയൊന്ന് വളരട്ടെ, ഇല്ല, സമ്മതിക്കത്തില്ല. ഞാൻ തമാശയായിട്ട് തോന്നും പ്രിയപ്പെട്ടവർ, ഞാൻ ഉൾപ്പെടെയായി പറയുന്നത്. നമുക്കൊക്കെ ഫേവറേറ്റ്സ് ഉണ്ട്, നമുക്കൊക്കെ ഞാൻ താഴ്ത്ത് വരുമ്പോൾ അത് പറയാം. അപ്പം അവിടെ പറയുക, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഇനി 1 Corinthians 2-ാം അധ്യായത്തിലേക്ക് വന്നേ, 4-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. അതിൻ്റെ അർത്ഥം നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിന് ആധാരം എന്താ? ദൈവശക്തി. ദൈവശക്തിയാണ് എൻ്റെ ജ്ഞാനത്തിന് ആധാരം. ഇനി അടുത്തത് 5-ാം വാക്യം. എൻ്റെ പ്രസംഗവും എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല. പൗലോസ് പറയാ, എൻ്റെ പ്രസംഗം ഉണ്ടല്ലോ, ഞാൻ വന്ന് പറയുന്ന വചനം ഉണ്ടല്ലോ, അത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കല്ല. ഇനി ഇതാരായി പത്രോസ്? ഇദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ട്. നേരത്തെ കേട്ട പോലെ യഹൂദ ഇത് വെച്ച് തിയോളജി വെച്ച് നോക്കിയാൽ അദ്ദേഹം അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ 2-ാം സ്ഥാനത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് തർസോസ് അല്ലേ. അവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഗൈഡായിരുന്നെന്നറിയാമോ? ഗമാലിയേൽ എന്ന് പറഞ്ഞൊരു വലിയ ഗൈഡാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരുന്ന ഇദ്ദേഹം PhD എടുത്തത്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തെ കലക്കി കുടിച്ചിരിക്കുക ഇത് വചനം. പക്ഷെ അദ്ദേഹം പറയാം, ഞാൻ ഈ ജ്ഞാനമൊന്നും കൊണ്ട് അവിടെ വിളമ്പിയിട്ടില്ല, ഇതൊന്നും കൊണ്ട് ഞാൻ അവിടെ ഇറക്കിയിട്ടില്ല. കാര്യം എന്താ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവശക്തിയിലാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഈ ജ്ഞാനം കൊണ്ട് വിളമ്പുന്നൊരു സ്ഥലമായിട്ട് മാറുന്നു പുൽപ്പിറ്റ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ എന്തുകൊണ്ട് ഇന്നത്തെ പുൽപ്പിറ്റുകൾ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ പിന്നീട് അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഇന്നത്തെ വിഷയം ഇതാണ്. ഓക്കെ, അടുത്തത് അവിടെ ഇരിക്കുന്നു, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ. അതിൻ്റെ അർത്ഥം നല്ലോണം ഓർക്കണം, വചനവും പ്രസംഗവും ഒരിക്കലും എൻ്റെ ഒറേറ്ററി സ്കില്ലല്ല, ഞാൻ പഠിച്ചിട്ട് വന്നത് വിളമ്പുകയല്ല, എൻ്റെ വാഗ്വൈഭവങ്ങൾ വെളിപ്പെടുത്താനുള്ള സ്ഥലവുമല്ല. പകരം എന്താണ്? ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. ഇനി 10-ാം വാക്യം. നമുക്കോ ദൈവം തൻ്റെ
ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ശരിയല്ലേ? നമ്മൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് പ്രാപിച്ചതെങ്കിൽ 13-ാം വാക്യം, അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ഇന്ന് പലരും പറയാറുണ്ട്, ഇന്നത്തെ കാലത്തൊന്നും പക്ഷേ ഈ വചനമൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല ബ്രദറെ. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, ഇപ്പം ഈ സഭകളിലൊന്നും വചനമില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ വചനം അഥവാ ഈ കിട്ടിയാൽ പോലും ആദ്യം ആത്മീയർക്കേ അത് തെളിയിക്കത്തുള്ളൂ, അല്ലേ? ആത്മീയമായത് അവിടെ എഴുതിയിരിക്കുന്ന ആത്മീയർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. ഇന്നത്തെ പ്രശ്നം ഒരുപാട് ജഡം സഭയ്ക്കകത്ത് കയറി വന്ന കാരണം ഈ പറഞ്ഞ പോലെ ഈ ആത്മാവ് തരുന്ന വചനങ്ങളുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. ഈ ജഡത്തിൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വചനങ്ങളുണ്ട്, അതും കൂടെ മറക്കരുത്, അല്ലേ? പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നുണ്ട്, മോനെ, അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണം വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചുകൊണ്ടിരുന്നതും പാല്, രണ്ടും കണക്കായി. കർണരസമാകുമാറ് അവരവരുടെ ചെവിക്ക് കേൾക്കാൻ എന്ത് കൊതിച്ചോ അത് തന്നെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേഷ്ടാക്കന്മാർ വരുമെന്നല്ല, അവരെ പെരുക്കും. അവരെ മാത്രമേ വിളിക്കത്തുള്ളൂ പ്രസംഗിക്കാൻ, അവർക്ക് മാത്രമേ പ്രസംഗം കൊടുക്കത്തുള്ളൂ. കാരണം അവരെന്താ, ഈ മുന്നിൽ ഇരിക്കുന്നവർക്ക് എന്തിഷ്ടമോ അത് തന്നെ കൊടുക്കും. പക്ഷെ ഇവിടെ പറയുന്നത് അല്ല, ആത്മാവ് തരുന്ന ജ്ഞാനത്തിൽ പ്രസംഗിക്കുമ്പം അത് ആത്മീയർക്കേ അത് മനസ്സിലാവും. ഇന്ന് ആ തരത്തിലുള്ള ആത്മീയരായിട്ട് നമ്മൾ വളരണം പ്രിയപ്പെട്ടവരെ, എങ്കിലേ ആത്മാവിൻ്റെ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റൂ. എത്ര പേരാൻ രാമയും പറയും? ശരി, അടുത്തത് 14-ാം വാക്യം തൊട്ട് വായിക്കുമ്പം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഇതാണ് പ്രശ്നം. നമ്മൾ സഭയിൽ എത്ര പാരമ്പര്യമുള്ള സഭയിൽ വന്നിരുന്നാലും ഈ പ്രാകൃത മനുഷ്യനായിട്ട് ഞാൻ വന്നിരുന്നാൽ ദൈവാത്മാവിൻ്റെ ഉപദേശം എന്ത് ചെയ്യത്തില്ല? കൈക്കൊള്ളത്തില്ല. പ്രസംഗം ഇഷ്ടപ്പെടും, പക്ഷേ ദൈവം അതിലൂടെ കൊടുത്ത ഉപദേശം കൈക്കൊള്ളത്തില്ല. കാര്യം എന്താ? ഞാനിപ്പോഴും പ്രാകൃത മനുഷ്യനാണ്. ആ പ്രാകൃത മനുഷ്യന് ഇത് എന്തായിട്ട് തോന്നും? ആത്മീയമായത് ആത്മാവ് കൊടുക്കുന്ന വചനം ഒരുവൻ പറഞ്ഞാൽ ഈ പ്രാകൃതൻ എന്താ പറയുന്നത്? അതവന് ഭോഷത്വമാകുന്നു. ഫൂളിഷ്നെസ്, അട്ടർ ഫൂളിഷ്നെസ്, വാട്ട് ഈസ് ദിസ് ഫെലോ ടോക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകും. കാര്യം എന്താ? പ്രാകൃത മനുഷ്യന് അത് ഫൂളിഷ്നെസ് ആയിട്ടേ തോന്നത്തുള്ളൂ. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. അത് അവൻ്റെ കുറ്റവും അല്ല. കാര്യം എന്താ? അവനത് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലേ? ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കും. ഇനി അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല. അയ്യോ, നിൽക്കട്ടെ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞതോ? വിശുദ്ധർ, വിളിക്കപ്പെട്ടവർ, വചനത്തിൽ പരിജ്ഞാനമുള്ളവർ, പരിജ്ഞാനത്തിൽ സമ്പന്നർ, അടുത്തത് കൃപാവരത്തിൽ കുറവില്ലാത്തവർ, അടുത്തത് കർത്താവിൻ്റെ പ്രത്യാശയോട് ഇരിക്കുന്നവർ. ശരി, അങ്ങനെയുള്ളവരോട് ഇപ്പം എന്താ പറയുന്നത്? ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട്. അപ്പം ഇത് രണ്ടും ചേരുന്നില്ലല്ലോ. ഇത്രയും നേരം ഈ പറഞ്ഞ എന്താ? ഇവിടെയാണ് പ്രശ്നം. ഈ പറഞ്ഞ എല്ലാം സത്യമാണ്. പൗലോസ് കള്ളമല്ലല്ലോ എഴുതുന്നത്. വാട്ട് ഓൾ ഈസ് റൈറ്റിംഗ്, ഇറ്റ്സ് ട്രൂ. പക്ഷേ ഇപ്പം പറയാം, 3-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പറയാം, കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, എനിക്കിനി നിങ്ങളോടൊരു ആത്മീയരെന്ന പോലെ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ പ്രശ്നം? ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. കണ്ണാടി ഉണ്ടല്ലോ എന്നാണ് ഞാൻ നോക്കിയത്. ഓക്കെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇത്രയൊക്കെ അവർക്ക് ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഉണ്ടെന്ന് വന്നിട്ട് പൗലോസ് പറയാം. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഒരു ശിശുക്കളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഇന്നിവിടെ പൗലോസ് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് പൗലോസ് ഇവിടെ വന്നു ഈ പുൽപ്പറ്റി വന്ന് മൈക്ക് കൊടുത്തു. എന്തായിരിക്കും നമ്മോട് സംസാരിക്കുന്നത്? അങ്ങനെ നമ്മളെ സോപ്പിട്ടിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഉള്ളത് പറഞ്ഞിട്ട് എന്തായിരിക്കും പറയുന്നത്?
ആരാ ഇവിടുത്തെ പാസ്റ്റർ? അവനെങ്കിൽ വിളി. ആലോചിച്ച് നോക്കി, പൗലോസെങ്ങാനും വന്ന് ഇവിടെ മൈക്കെടുത്താൽ ഞാനൊക്കെ ഇറങ്ങിപ്പോവും. ആലോചിച്ച് നോക്കി. ഞാൻ തുറന്നു പറയുക പ്രിയപ്പെട്ടവരെ, ഞാനും കുറ്റം ഏറ്റെടുത്താൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത്. സത്യമായിട്ട് ആ എഴുതിയിരിക്കുന്ന വചനം ഇന്ന് നമുക്കും വേണ്ടിയുള്ള വചനമാണ്, അല്ലേ? അന്ന് അപ്പോസ്തലൻ എഴുതിയത് മുന്നിലിരിക്കുന്നവർക്ക് മാത്രമല്ല, നമുക്കും കൂടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് നോക്കണം, എന്താണ് ശിശുക്കളോടെന്ന പോലെ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പല സഭകളിലും ശിശുക്കളോടെന്ന പോലെ സംസാരിക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ല, നമ്മൾ ശിശുക്കളല്ല പ്രിയപ്പെട്ടവരെ. 2-ാം വാക്യം, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. അയ്യോ, അതാണ് അടുത്തത്. അതായത് എറ്റേണൽ ഇൻഫൻറ്റ് ഹുഡ് ഓഫ് ബിലീവേഴ്സ് എന്ന് പറയും, ചൈൽഡ്ഹുഡ് ഓഫ് ബിലീവേഴ്സ് എന്ന് പറയും. നിത്യമായിട്ട് നമ്മൾ ആരായിട്ടിരിക്കുക? ശിശുക്കളായിട്ടിരിക്കുക. ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു, ഇപ്പോഴും ശിശുവിനെ പോലെ ഇരിക്കുന്നു. അല്ല, ഇപ്പോഴും നിങ്ങൾക്ക് പാല് മാത്രം മതി, കട്ടിയായത് കഴിക്കാൻ പറ്റത്തില്ല. ഇനി 3-ാം വാക്യത്തിലാണ് അതിൻ്റെ കാര്യം പറയുന്നത്. എന്താണ് കാര്യം? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും എന്തുണ്ട്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ. ഈച്ചയല്ല, ഈർഷ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് കാണിച്ചു തരാമോ? ഈർഷ്യ ആർക്കെങ്കിലും ഒന്ന് ഈർഷ്യ. നിങ്ങളിപ്പോൾ എന്തോ എന്നെ നോക്കുന്ന നോട്ടം കണ്ട അതെന്തൊരു വാക്കത്, കേട്ടിട്ടില്ലല്ലോ അല്ലേ? കണ്ടോ? ഇപ്പോൾ നിങ്ങൾ അന്യോന്യം നോക്കുന്ന മുഖം കണ്ടാൽ അറിയാം എന്താണ് അത് തന്നെയാണ് ഈർഷ്യ. ഈർഷ്യയും അടുത്തത് പിണക്കവും ഇരിക്കേ. ഈർഷ്യ ഇംഗ്ലീഷ് ഒന്ന് നോക്കി വെക്കണേ. ഈർഷ്യ എന്തായിരുന്നു ഇംഗ്ലീഷ് ബൈബിളുള്ള സാഹിബന്മാരെല്ലാം ഉണ്ടോ ഇവിടെ? എൻവി. എൻവി ആൻഡ് സ്ട്രൈഫ് അല്ലേ? പിണക്കം എന്തുവാ? എൻവി മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ 2 ഉണ്ടല്ലോ. സ്ട്രൈഫ് ഇല്ലേ? അതല്ലേ പറഞ്ഞേ. എൻവി ആൻഡ് സ്ട്രൈഫ്, ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും. കണ്ടോ? എവിടെയെങ്കിലും പിണക്കമുണ്ട്, ഈർഷ്യ ഉണ്ടെങ്കിൽ വെറും ജഡികരാ നമ്മൾ. നേരത്തെ പറഞ്ഞ ആത്മീയരാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തുടങ്ങിയതൊക്കെ ശരിയാ. പക്ഷേ ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമുക്ക് തമ്മിലുണ്ടെങ്കിൽ, നമ്മൾ ഒന്നാമത് വെറും ജഡികരാണ്, അടുത്തത് ശേഷം മനുഷ്യർ, അതായത് പീപ്പിൾ ഓഫ് ദ വേൾഡ്. ലോകത്തുള്ള മനുഷ്യർക്ക് ഇതൊക്കെ ആവാം. അവർക്ക് ഈർഷ്യയും പിണക്കമൊക്കെ വെച്ചുകൊണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. അവരാരും വിളിക്കപ്പെട്ടവരും വിശുദ്ധരും ഒന്നുമല്ല, അല്ലേ? അവർക്ക് കൃപാവരവും ഇല്ല, അവർക്ക് കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള പ്രത്യാശയില്ല, അല്ലേ? പക്ഷെ നമ്മളങ്ങനെ അല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാ, നമ്മൾ ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരാ, നമ്മൾ ഈ പറഞ്ഞ പോലെ വചനത്തിൽ അറിവുള്ളവരാണെങ്കിൽ, കൃപാവരങ്ങളുള്ളവരാണെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ ഉള്ളവരാണെങ്കിൽ, പിന്നെയും നമ്മൾ ഈർഷ്യയും പിണക്കവും വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ 1 ജഡികർ, 2 ശേഷം മനുഷ്യരെ പോലെ അല്ലയോ? ഇതാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. ശരി, അടുത്തത് ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഒരുത്തൻ ഭരണപക്ഷം, അടുത്തത് മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ, അത് പ്രതിപക്ഷം, അടുത്തത് എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? കണ്ടോ? ഗ്രൂപ്പിസം ഒരു ചർച്ചിനുള്ളിൽ വന്നാൽ അവിടെ പൗലോസ് പറയാ, നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ആയിപ്പോയി. അത് ലോകത്തിനാവാം, നമുക്ക് പറ്റത്തില്ല. അതാണ് എൻ്റെ വിഷയം, അല്ലേ? അവിടെ ഫാക്ഷൻസ്, ഗ്രൂപ്പ്സ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ, ശേഷം മനുഷ്യരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. അടുത്തത് അപ്പല്ലോസ് ആര്? പൗലോസ് ആര്? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ദേ ആർ ജസ്റ്റ് യുവർ സെർവൻസ്, അല്ലേ? ഇന്നത്തെ ഏറ്റവും വലിയ ഓർക്കണം, ഇന്ന് വലിയ ഈ ഗ്രൂപ്പ് നേതാക്കരെന്നൊക്കെ പറയത്തില്ലേ, അതായത് ആരുടെ പേരിലാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്, അവർ വലിയ ആൾക്കാരാണ്. പക്ഷെ പൗലോസ് പറയും, ഇവന്മാരാരാ ഈ വലിയ നേതാവെന്നൊക്കെ പറയുന്നത്? അവർ നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായി അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ച വെറും ശുശ്രൂഷക്കാരല്ലേ? ലിറ്ററലി പറഞ്ഞാൽ ദേ ആർ യുവർ സെർവൻസ്, അല്ലേ? അങ്ങനെ തന്നെയാണ് എൻ്റെ വാക്ക്, അല്ലേ? മിനിസ്റ്റർ നമ്മൾ വിളിക്കും, പക്ഷേ ശരിക്കും എൻ്റെ അർത്ഥം എന്താ? സെർവൻറ്റ്, അല്ലേ? നമ്മൾ തിരഞ്ഞെടുത്ത കുറേ മിനിസ്റ്റേഴ്സിനെ നമ്മൾ ഇപ്പുറത്ത് നിയമസഭാ മന്ദിരത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അതിലൊരാൾ ആരാണ്? ചീഫ് സെർവൻ്റാണ്. പുള്ളി നമ്മൾ വിളിക്കുന്നത് എന്താണ്? ചീഫ് മിനിസ്റ്റർ. ഡൽഹിയിലൊരു പ്രൈം മിനിസ്റ്ററുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം? നമ്മളെ സേവിക്കാൻ വേണ്ടി കുറേ വേലക്കാരുണ്ട്, പറയല്ലേ? അതിൽ വലിയ ആളെ നമ്മളെന്ത് വിളിക്കും?
ചീഫ് എന്നും വിളിക്കും, പ്രൈം എന്നും വിളിക്കും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ സഭയിലേക്ക് വരുമ്പം അവർ കാണിക്കുന്നത് ലോക മനുഷ്യരെ, അവരങ്ങനെ കാണിച്ചോട്ടെ. പക്ഷേ നമ്മൾ അതിനെക്കാട്ടിലും മോശമാണ് ഇന്ന് സഭയിൽ വരുമ്പം. നമ്മൾ ആ സെർവൻസ് എന്നുള്ളത് കംപ്ലീറ്റ് മറന്നിട്ട് വി ആർ സപ്പോസ് ടു സെർവ് അതേഴ്സ്, അല്ലേ? സഭയിൽ വരുന്നവരെ ശുശ്രൂഷിക്കാനാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ചിലർ രക്ഷിക്കപ്പെട്ടു, ശരിയാണ്. അപ്പം അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച വേലക്കാരെന്നല്ലേ ഉള്ളൂ അവർ, അല്ലാതെ അവരാരാ എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്, അല്ലേ? എന്നിട്ടാണ് പറയുന്നത് 6-ാം വാക്യം, ഞാൻ നട്ടു, ശരി, ഞാൻ നട്ടു. അടുത്തത് അപ്പൊല്ലോസ് നനച്ചു. അടുത്തത് ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. നട്ടതിന് നിനക്കും കൂലി കിട്ടും, വെള്ളം ഒഴിച്ചതിന് നിനക്കും കൂലി കിട്ടും. തീർന്നല്ലോ. കാര്യം മനസ്സിലായോ? നട്ടവർക്ക് കൂലിയുണ്ട്, ഇവിടെ അല്ല, അവിടെ ചെല്ലുമ്പോൾ കിട്ടും. കാലാകാലങ്ങളിൽ നനച്ചവരുണ്ട്, അവർക്കും കൂലി കിട്ടും. എവിടാ? അവിടെ ചെല്ലുമ്പോൾ ഉണ്ട്. എന്നിട്ട് യേശു ക്രിസ്തു 10-ാം വാക്യം, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാനൊരു അടിസ്ഥാനം ഇട്ടു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, ഒരുത്തൻ വന്ന് എൻ്റെ മേളിൽ വെച്ച് പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. എങ്ങനെ പണിയുന്നു എന്ന് പണിയുന്നവനൊന്നും നോക്കി, അവൻ ആ തൂക്കുകട്ട ശരിയായിട്ട് പിടിച്ചാണോ പണിയുന്നത്? അവൻ ഈ വചനമെന്ന തൂക്കുകട്ട വെച്ച് അവൻ പണിഞ്ഞില്ല എങ്കിൽ ഒരു ദിവസം ഈ പണിയെല്ലാം കൂടെ വീണു പോകുന്നൊരു ദിവസം വരും, അല്ലെങ്കിൽ ഈ പണിയെല്ലാം കൂടെ വെന്തു പോകുന്നൊരു ദിവസം വരും. അല്ലെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഈ കൂടാരം അങ്ങോട്ട് നിവർത്തുമ്പോൾ എവിടെയെങ്കിലും ഏങ്കോണിച്ച് നിന്നാൽ എല്ലാവരും കൂടി ഈ പണിഞ്ഞവനെ നോക്കും. ആൻഡ് ഹീ വിൽ ബി അഷെയിംഡ് എന്നാണ്, അല്ലേ? അവനന്ന് ലജ്ജിക്കാൻ സംഗതിയുള്ള ഒരു വേലക്കാരനായിട്ട് അവിടെ നിന്നിട്ട് അവനെ അവിടെ നിന്ന് എങ്ങനെയും അവിടെ നിന്ന് പോയാൽ മതി. കാരണം എല്ലാവരും കൂടി ഇവനെ നോക്കുന്നു. കാരണം പണി അങ്ങോട്ട് കണ്ടപ്പോൾ അയ്യേ ഇതാരാ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ലജ്ജിക്കും. ഞാനും നിങ്ങൾ ഓരോ പണി ഇന്നിവിടെ ചെയ്യുമ്പോൾ ഓർക്കണം, ഇതെല്ലാം ഒരു ദിവസം ഈ കൂടാരം അങ്ങോട്ട് നിവർത്തും. താഴെ വെച്ചത് നല്ല കട്ട് ചെയ്ത് ഇങ്ങനെ തച്ചാണ് അളവെടുത്ത ഇതെല്ലാം കൂടാരം താഴെ വെച്ചാൽ സെറ്റ് ചെയ്യുന്നത്. അവസാനം ഇതങ്ങോട്ട് ഇതോരോ കമ്പിലങ്ങോട്ട് കുത്തി അങ്ങോട്ട് നിവർത്തി അങ്ങോട്ട് എല്ലാം കൂടെ നിർത്തിയപ്പം എങ്ങനെ നിൽക്കുമെന്ന് എല്ലാവരും നോക്കും. അതിൻ്റെ കോണും മൂലയും വിളുമ്പും അരിവും എല്ലാം നോക്കും. പെർഫെക്റ്റായിട്ടാണ് കൂടാരം നിൽക്കുന്നതെങ്കിൽ എല്ലാവരും നോക്കി വെച്ച് ഇതാരാ ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അയാളിങ്ങനെ സ്തോത്രം. പക്ഷേ അതേ സമയത്ത് നിങ്ങളുടെ നൂത്തപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോഴും ആൾക്കാർ നോക്കും ആരാണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരാളിങ്ങനെ തലയും കുമ്പിട്ട് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നൊരാൾ അവിടെ നിന്ന് മുങ്ങുന്നെങ്കിൽ ഇതാണ് ലജ്ജിക്കാൻ സംഗതിയായ വേലക്കാരൻ. ഇന്ന് നിങ്ങൾ ഓരോ ക്ലസ്റ്റർ ലീഡേഴ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇതിൽ പണിക്കാരിൽ ഒരാളാണ്. നിങ്ങളെങ്ങനെ പണിയുന്നു എന്ന് നോക്കണം. ഒരു ദിവസം ഈ പണി നിവർത്തും. നിങ്ങൾ ചെയ്ത പണി അന്നവിടെ വെളിപ്പെടും. അന്ന് വെളിപ്പെടുമ്പം നിങ്ങൾ തലകുനിച്ച് ലജ്ജിക്കാൻ സംഗതി വന്ന് അവിടെ നിൽക്കരുത്. പകരം അവിടെ കർത്താവേ ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായവനെ, നീ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കാം എന്ന് പറഞ്ഞ് നമുക്ക് പ്രതിഫലം തരുന്നൊരു നാളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് വിശ്വസിക്കുന്നവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് അവിടുത്തെ പോയിന്റ് എന്താണ്? 21-ാം വാക്യം, ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. അത് സ്വന്തം ബൈബിളാണ് നിന്ന് അടിവരയിട്ടെ. ഈ അനുഗ്രഹം വാഗ്ദത്വവും മാത്രം അടിവരയിട്ടാൽ പോരല്ലോ, ഇതും കൂടെ ഒന്ന് അടിവരയിടണം. എന്താണ്? മനുഷ്യരിൽ പ്രശംസിക്കരുത്, പ്രത്യേകിച്ച് നിങ്ങളുടെ പാസ്റ്ററിൽ. ഞാൻ തുറന്നു പറയുക, ഞാനിത് എവിടെയെങ്കിലും പറയണം. പാസ്റ്ററിൽ പ്രശംസിക്കരുത്, അല്ലേ? സകലവും നിങ്ങൾക്കുള്ളതല്ലോ. അതുകൊണ്ട് ഈ സെലിബ്രിറ്റീസ്, ഗോഡ്മെൻ, ഫേവറിറ്റ്സ്, പാനൽസ്, ഇങ്ങനെയൊക്കെ സഭയ്ക്കുള്ളിൽ എന്തൊക്കെയാ, അല്ലേ? അപ്പല്ലോസിൻ്റെ പാനലും പൗലോസിൻ്റെ പാനലും രണ്ടുപേരും നോട്ടീസുമായിട്ട് ഗേറ്റിൽ നിൽക്കുക. ഞങ്ങൾക്ക് ഓട്ടല്ല, ഞങ്ങൾക്ക്. എന്തൊരു ഗതികേടാന്ന് നോക്കണേ. മാസികയ്ക്കകത്ത് അച്ചടിച്ച് വരിക, ഇതേതാണ് പാനൽ, മറന്നു പോരുത്. അപ്പല്ലോസിൻ്റെ പാനൽ എ, അപ്പുറത്തത് പാനൽ പി ഗ്രൂപ്പും എ ഗ്രൂപ്പും, അപ്പല്ലോസ് ഗ്രൂപ്പും പൗലോസ് ഗ്രൂപ്പും. അയ്യോ, അവിടെ അപ്പോസ്തലൻ പറയാം ആരും മനുഷ്യനിൽ
പ്രസംഗിക്കരുത്. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം 7-ാം വാക്യം, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളാമായിരുന്നു. 8-ാം വാക്യത്തിലാ ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. എൻ്റെ അർത്ഥം they were proud of themselves. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്ക് അപ്പോസ്തലനെയും വേണമായിരുന്നു, ഇടയന്മാരെയും വേണമായിരുന്നു, ദേവദാസന്മാരെയും വേണമായിരുന്നു, ശുശ്രൂഷകരെയും വേണമായിരുന്നു, എല്ലാം വേണം. ഇപ്പോൾ എന്തായി? ഇവരൊന്നും ഇല്ലേലും ഞങ്ങൾ സമ്പന്നരായി അല്ലേ? they were proud of themselves. അതിൻ്റെ അർത്ഥം, അതിൻ്റെ സിമ്പിൾ വാക്ക് നിഗളം, അഹങ്കാരം വന്നു. ഇന്ന് നമ്മളറിയാതെയൊക്കെ തന്നെ ഒരു ആത്മീയ നികളവും ഒരു അഹങ്കാരവും ഒക്കെ ഒന്ന് കയറി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. ദൈവദാസന്മാരെയും ശുശ്രൂഷകരെയും ഒക്കെ ബഹുമാനിക്കാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ സമുദായ സഭകളിലൊക്കെ നോക്കുമ്പം അവിടെയുള്ള പട്ടക്കാരെയും തിരുമേനിമാരെയൊക്കെ എന്ത് മോശമായിട്ടാണ് ഇപ്പം പറയുന്നത് അല്ലേ? 2 ഗ്രൂപ്പോടെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ എന്തൊക്കെയാണ് പറയുന്നത്? അവരെ വിളിക്കുന്ന തെറിയും അവരെ പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കാട്ടിലും മോശമാണെന്ന് വേർപെട്ടെടുത്ത്. ഇവിടെയൊക്കെ വാസ്തവമായിട്ടൊരു മാറ്റം നമുക്ക് വരണം പ്രിയപ്പെട്ടവരെ, വരണം. ശരി, അടുത്തത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് വരാം. അടുത്തത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരിക. അടുത്തത് 1-ാം വാക്യത്തിൽ വന്നപ്പോൾ 1 കൊരിന്ത്യർ 5-ന്റെ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു. അതാ ഇത് കേൾവിയാണ്. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഒന്നും ആരും എടുത്ത് കൊടുത്തിട്ടില്ല, കേൾവി. പക്ഷെ പുള്ളി അത് വിശ്വസിക്കുന്നു. അത് തന്നെ പറയാം. ഒരുത്തൻ, പതുക്കെ വായിക്കണേ, തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ്. വിശുദ്ധർ, വിളിക്കപ്പെട്ടവർ, ഒരു വരത്തിലും കുറവില്ലാത്തവർ, കർത്താവിൻ്റെ വരവിനെ നോക്കിയിരിക്കുന്നവർ. ഇപ്പോഴെന്താ? ജാതികളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത കാര്യം ഇവിടെ നടക്കുന്നു, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഇതൊക്കെ അനുവദിച്ചിട്ട് ഒന്നും അറിയാത്തവരെ പോലെ പ്രൈസ് ദി ലോർഡ്, ആ കുടവേറൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തിരുമിയുള്ളൊരു ഇരിപ്പും മട്ടുമൊക്കെ കണ്ട ചീർത്തിരിക്കുക. തടവിയപ്പോഴാണ് വയറുണ്ടെന്ന് മനസ്സിലായത്. ചീർത്തിരിക്കാൻ കാരണം എന്താ? ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളിടയിൽ നിന്നും നീക്കുവാൻ നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല എന്ന് മാത്രം. ഒന്നാമത് നീക്കിയില്ല, നിങ്ങൾ ദുഃഖിച്ചെങ്കിലേ നീക്കത്തുള്ളായിരുന്നു. പകരം അവനെ പിടിച്ച് സെക്രട്ടറി ആക്കി വെച്ചു, അല്ലെ ട്രഷറർ ആക്കി വെച്ചു. ഇതാണ് പ്രശ്നം. ഇവിടെ കമ്മിറ്റി ഇല്ലാത്തതിനായിട്ട് സ്തോത്രം. അറഗൻറ്റ് ആൻഡ് നോട്ട് മോൺഡ്. അറഗൻ്റാണ്, പക്ഷേ ഒരു ദുഃഖവും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല കർത്താവേ, ഞങ്ങളുടെ സഭ ഇത്ര അധപ്പതിച്ചു പോയില്ല കർത്താവേ എന്ന് ഒരു കുറ്റബോധം പോലും ഈ വിശുദ്ധർക്ക് തോന്നുന്നില്ല. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കമ്മിറ്റി കൂടണം. എന്തിനായിട്ട് കമ്മിറ്റി കൂടണം? സെക്രട്ടറിയെ പ്രസിഡന്റ് ആക്കാനല്ല കൂടേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ കൂടിയിട്ട് ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ, ആരുടെ ആത്മാവ്? ഈ പറഞ്ഞ സെക്രട്ടറി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഇവൻ്റെ സെക്രട്ടറി പറഞ്ഞ അറിയാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഈ തെറ്റ് ചെയ്തവനെ അവൻ എന്ത് ചെയ്യണം? അവൻ അന്നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു.
എത്ര കട്ടിയാന്ന് നോക്കണേ. ഒരു ദുർനടപ്പ് ദുർനടപ്പിൽ ജീവിക്കുന്ന ഒരുവൻ സഭയിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവനെ സഹിക്കാൻ തുടങ്ങിയാൽ, അതായത് അവനെ പുറത്താക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ, പൗലോസ് വന്നിട്ട് പറയാം എങ്ങനെ പറ്റുന്നത്. എന്നിട്ട് പറയാ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവനെ എന്ത് ചെയ്യണം? അവനെ ഏൽപ്പിക്കണം. ആരെ ഏൽപ്പിക്കണം? കോടതിയല്ല ഏൽപ്പിക്കേണ്ടത്, പോലീസിനെ അല്ല ഏൽപ്പിക്കേണ്ടത്, കമ്മിറ്റിയല്ല ഏൽപ്പിക്കേണ്ടത്, എൻക്വയറി കമ്മീഷനല്ല ഏൽപ്പിക്കേണ്ടത്. ആരെ ഏൽപ്പിക്കണം? സാത്താനെ ഏൽപ്പിക്കണം. എന്തിനാ? അവനെ ഒന്ന് ജഡസംഹാരം എന്ന് പറഞ്ഞാൽ അവനെ അവനെ ഒന്ന് ഒതുക്കണം. ഒതുക്കിയിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോരുത്. അവിടെയാണ് റിഡംഷൻ എന്നുള്ള പദം ഓർക്കണം. എത്ര കൊടും പാവിയാണേലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടരുത്. പക്ഷേ ജഡത്തിൽ അവന് കുറച്ച് സംഹാരം ഏറ്റാലും സാരമില്ല, അവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് മടങ്ങി വരും. ഒടുവിൽ അവനവിടെ കാണും, അത് വേറെ കാര്യം. പക്ഷേ അവനെ ഒരു സമയത്തേക്ക് സാത്താനെ എന്ത് ചെയ്യണം? ഏൽപ്പിക്കേണ്ടി വരും. ഇന്നിത് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടോ? നമ്മളെല്ലാവരെയും പിടിച്ച് പോലീസിൽ കൊടുക്കണം, കോടതി കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണമെന്ന് പറയുന്നു. അവിടെ എവിടെയൊന്നും കൊടുത്താലൊന്നും ഇവർ രക്ഷിക്കപ്പെടത്തില്ല. സാത്താനെ അങ്ങ് ഏൽപ്പിച്ചോ. ഇത് പറയുമ്പം എൻ്റെ ഉള്ളം കിടുങ്ങുന്നു കേട്ടോ, പറയാനത് എളുപ്പമല്ല. ഇതാണ് പുതിയ നിയമസഭ പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലിക ഉപദേശം ഇതാ. ഒരുവൻ നിരന്തരമായി മാനസാന്തരപ്പെടാതെ പാപത്തിൽ വീണ് ജീവിച്ചാൽ, നിങ്ങളത് അറിഞ്ഞിട്ട് മിണ്ടാതെ ഇരുന്നാൽ, ഇവിടെ പറയും നിങ്ങളെങ്ങനെ ഇത് സഹിക്കുന്നു? നിങ്ങൾക്ക് ഒരു പശ്ചാത്താപവും ഇല്ലേ? നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല ഇങ്ങനൊരാൾ ഇരിക്കുന്നത്? ഇതാണ് അന്നത്തെ സഭയുടെ അവസ്ഥ. ശരി, സമയം പോയിട്ട് ഞാൻ ഓടിപ്പറയാം. അടുത്തത്, ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധകരോടോ അരുതെന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ടയല്ല, പേർപെട്ട ഒരുവൻ, ഇതാണ് ഓർക്കേണ്ടത്. വിളിക്കുന്നത് എന്താ? ബ്രദർ. പക്ഷേ ഈ ബ്രദർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യരുത്? അവനുമായിട്ട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ നിങ്ങൾക്ക് എഴുതിയത്. എന്നിട്ട് പറയാ ആ ബ്രദറിനെ വായിച്ചേ. എന്താ അത് വായിക്കാൻ തന്നെ പേടി. എന്തിനാ പേടിക്കുന്നത്? ആ ആളിവിടെ ഇല്ല, പേടിക്കണ്ട. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. ഈ ദുഷ്ടനെ പറ്റിയും കൂടിയാ പറഞ്ഞത്. വിശുദ്ധൻ, വിളിക്കപ്പെട്ടവൻ, എല്ലാം ശരിയാ, രക്ഷിക്കപ്പെട്ടവനും സ്നാനപ്പെട്ടവനും എല്ലാമാണ്. പക്ഷേ ഇപ്പം ഇതാണ് അവസ്ഥയെങ്കിൽ അവനെ വെച്ചോണ്ടിരിക്കരുതെന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇത് പ്രസംഗിക്കപ്പെടുവോ സഭകളിൽ നിന്ന്? ഇത് ദൈവവചനമാണെന്നുള്ള കാര്യം മറക്കരുത്. ശരി, അടുത്തത് 1 Corinthians 6-ാം അധ്യായത്തിലേക്ക് വരാം. നിങ്ങളിൽ ഒരുത്തിന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? അടുത്തത്, ഈ സഭയിൽ എന്നും കൂടെ ഉണ്ടായിരുന്നു, കോടതി വ്യവഹാരവും ഉണ്ടായിരുന്നു. മുൻസിഫ് കോടതി, എന്തോന്ന് കോടതി, എല്ലാം ഉണ്ടായിരുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികൾ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങൾ എത്ര അധികം. എന്നാൽ നിങ്ങൾ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? സിവിൽ കോർട്ട്, ഗവൺമെൻറ് അതോറിറ്റീസ്, എൻക്വയറി കമ്മീഷൻ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു സഭയ്ക്കകത്ത്? ഇത് എന്നാ വന്നത്? ലജ്ജിക്കണം പ്രിയപ്പെട്ടവരെ. ഞാനും തല താഴ്ത്തുന്നു. എനിക്കെതിരെയും കേസുണ്ടായിട്ടുണ്ട്, ഞാനും കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പുറകോട്ട് ചിന്തിക്കുമ്പം ലജ്ജ തോന്നുന്നു. ഈ അവസ്ഥയിലേക്ക് ദൈവസഭ ആദപ്പതിച്ചോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ലജ്ജയ്ക്ക് എനിക്ക് ലജ്ജ തോന്നിയ വെറുതെ അല്ല. അതുകൊണ്ട് അടുത്ത വാക്യം അത് തന്നെയാണ്. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ആദ്യം പറഞ്ഞ എന്താ? വചനത്തിൽ സമ്പന്നർ, പരിജ്ഞാനത്തിൽ
സമ്പന്നർ. ഇത്രയും പേരുള്ളൊരു സഭയാണ്. പക്ഷേ ഈ വഴക്ക് തീർക്കാൻ ഒരു ജ്ഞാനി നിങ്ങളുടെ ഇടയിൽ ഇല്ലേ എന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മ, ഒരു കേസ് ഉണ്ടായത് തന്നെ പോരായ്മയാണ്. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്? ശരി, അന്യായമായി ചെയ്ത് അങ്ങ് സഹിച്ചേര്. നഷ്ടം ഏറ്റുകൊള്ളാഞ്ഞത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ക്ഷമിക്കണം, നഷ്ടം സഹിക്കണം. പകരം നമ്മൾ അങ്ങോട്ട് അന്യായം ചെയ്യുകയും അങ്ങോട്ട് നഷ്ടം വരുത്തുകയും ചെയ്യരുത്. ഇതാണ് ഇവിടുത്തെ അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം അല്ലേ? ഇനി 9-ാം വാക്യം, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? അപ്പം അന്യായം ചെയ്തിട്ടൊരു വ്യവഹാരം ഉണ്ടായി കോടതി പോകേണ്ടി വന്നാൽ ആ അന്യായം ചെയ്തവൻ ദൈവരാജ്യത്ത് പോകത്തില്ല. ഓർക്കണം, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, സുരക്ഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പക്ഷേ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. അത് നല്ല കാര്യം. അടുത്തത് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ഭോജ്യങ്ങൾ, വയറിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. അപ്പം അവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെതിരായി നമ്മൾ പാപം ചെയ്യരുത്, പകരം ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം എന്നുള്ളതാണ്. ഞാൻ സമയം ഉള്ളതുകൊണ്ട് ഞാൻ ഓടിച്ച് ഞാനങ്ങ് പോവുക. അടുത്തത് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ അടുത്തൊരു പ്രശ്നം, വിവാഹ ബന്ധങ്ങളെ പറ്റി പറഞ്ഞപ്പം 7-ാം അധ്യായത്തിൽ 11-ാം വാക്യം, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. അടുത്തത് അതേ വാക്യത്തിൽ തന്നെ, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. എന്നിട്ട് താഴോട്ട് അവിടെ ഡിവോഴ്സിനെ പറ്റി ചില കാര്യങ്ങൾ, ഡിവോഴ്സ് വചനം അനുവദിക്കുന്നില്ല, സഭയിലൊന്നും അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് താഴോട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അതങ്ങ് ഓടിച്ചു വിടുക. അടുത്തത് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പം വിഗ്രഹാർപ്പിതം കഴിക്കാമോ എന്നുള്ള വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ചും അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഇനി സുവിശേഷ നിമിത്തം ഉപജീവനം കഴിക്കുന്നവരെ പറ്റി അതിനെയും കുറ്റം പറയുന്നു. 9-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അതിനും ഉത്തരം പറഞ്ഞു. 10-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ ദുർമോഹികളായി അല്ലെങ്കിൽ വിഗ്രഹാരാധികളായി എന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, അതിനെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ടാണ് 11-ാം അധ്യായത്തിൽ പുരുഷൻ സ്ത്രീ, അതടുത്ത പ്രശ്നം. അവിടെ ഒരു വാക്യം കൂടെ പറഞ്ഞേക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7-ാം വാക്യം, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും. അവിടെ ഇരിക്കുന്ന പുരുഷന്മാർ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാം, നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാണ്. അത് വിശ്വസിക്കുന്ന പുരുഷന്മാർ എത്ര പേരുണ്ട്? ഇവരാരാ? താഴ്ത്ത് വായിക്കൂ, പേടിക്കണ്ട. സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. ഇവരാരാ? നമ്മളാരാ? ഇത് ഓർമ്മ വേണം പുരുഷന്മാർക്ക്. നമ്മൾ ദൈവത്തിൻ്റെ തേജസ്സും പ്രതിമയാണ്. ആ തരത്തിലേ നമ്മൾ ജീവിക്കാവൂ. അതായത് നമ്മൾ സൂര്യനാണെങ്കിൽ നമ്മൾ പ്രകാശിക്കും. ഈ പ്രകാശത്തിൻ്റെ അടുത്ത് ഈ ചന്ദ്രൻ വരുമ്പോൾ എന്താവും? ദേ ക്യാൻ ഓൺലി ഗ്ലോ, ബട്ട് വി ആർ സപ്പോസ് ടു ഷൈൻ. ഇതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? പണ്ട് കല്യാണം നടത്തുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിന് ഈ ഉപദേശം കൊടുക്കും. ഇപ്പം കുറേ ആളുകൾ ഞാനത് പറയാറില്ല. ഇന്ന് പിന്നെ ഇവിടെ ഞാനത് പറയുന്നത് അല്ലേ? അതിൻ്റെ അർത്ഥം പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും, ഭാര്യ ഭർത്താവിൻ്റെ തേജസ്സാവും. അപ്പം അവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുക. പറയാനാണെങ്കിൽ 1 മണിക്കൂറും കൂടി ഇതിൻ്റെ ബാക്കി പ്രസംഗമുണ്ട്, പക്ഷെ ഞാനങ്ങ് ഓടിച്ച് നിർത്തുക. ഇത്രയൊക്കെ ആയിട്ടാണ് പറയുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത് എന്തെന്നാൽ, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. ഇതങ്ങോട്ടങ്ങോട്ട് ചൊല്ലുന്ന രീതി കണ്ടാൽ തോന്നും അയ്യോ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് മുമ്പുള്ള ഈ 10-ാം അധ്യായത്തിലെ 11 അധ്യായത്തിലെ 11-ാം അധ്യായം വരെയുള്ള ഇത്രയും കുഴപ്പങ്ങളും കാണിച്ച ചായി വന്ന് സഭയിരിക്കുന്നത്. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കോ തിന്മയ്ക്കോ?
ഇന്ന് അതേ വചനം നമ്മളോടും ചോദിക്കണം. നമ്മൾ കൂടി വരുന്നത് നന്മയ്ക്കോ തിന്മയ്ക്കോ? എല്ലാ മാസത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച തിരുവത്താഴം ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നതൊന്നല്ല. ഇതിനൊരു പരിഹാരം കൂടെ നമുക്കുണ്ടാകണം. ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും തെറ്റുകളോ പാപങ്ങളോ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അതിന്ന് ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനോടും നിരന്ന്, മനുഷ്യരോട് നിരക്കേണ്ടതാണെങ്കിൽ മനുഷ്യരോടും നിരന്ന്, നമുക്ക് ഈ പറഞ്ഞ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരും വിശുദ്ധരും വിളിക്കപ്പെട്ടവരുമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനത്തിൽ നമുക്ക് അത്യാവശ്യം അറിവുള്ളവരും വചനത്തിൽ സമ്പന്നരും പരിജ്ഞാനത്തിലും സമ്പന്നരും തന്നെയാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് ദൈവം വെച്ചിരിക്കുന്നതെങ്കിൽ ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ആ നിത്യതയിൽ നമുക്ക് ചെന്ന പ്രതിഫലം മേടിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുങ്ങാം. ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചാട്ട്. കർത്താവേ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നത് തീർച്ചയായിട്ടും കർത്താവേ ഒരിക്കലും അത് തിന്മയ്ക്കാകരുത് കർത്താവേ. പകരം ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെ അത് നന്മയ്ക്ക് തന്നെയാണ്, അങ്ങയുടെ മഹത്വത്തിനാണ് കർത്താവേ. അതിനല്ലാതെ ഒരിക്കലും ഞങ്ങളെ കൂട്ടിവരുത്തരുതേ. ഇനി അതിനായിട്ടല്ലാതെ ഒരിക്കലും ഞങ്ങൾ കൂടി വരുവാൻ പോലും ഇടയാകരുതേ എന്ന് നമുക്ക് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ മേശയുടെ മുമ്പാകെ നമ്മൾ പോവുക. പേര് വിളിക്കപ്പെട്ട സഹോദരന്മാരും ദയവായി മുന്നോട്ട് കടന്നു വന്ന് കാര്യങ്ങളിലൂടെ ഒരുക്കിക്കാട്ട്. കർത്താവെ, കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു, എൻ്റെ സഹോദരങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കേൾവിക്കാരായി എവിടെയെല്ലാം ഞങ്ങളെ കേട്ടുവോ അവരെല്ലാം സമർപ്പിക്കുന്നപ്പാ. ഈ വചനം കർത്താവെ ഞങ്ങൾക്ക് ശിക്ഷയ്ക്ക് കാരണമായി തീരാതെ കർത്താവെ പകരം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.